ഇറാന്റെ അധികാരത്തിലുള്ള ഏതെങ്കിലും ദ്വീപുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തിക്കഴിഞ്ഞാൽ ആ ഒരു ശ്രമം തീർച്ചയായും ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രം മുഖേനയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ കാലിബാഫ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഇന്റലിജൻസ് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിട്ടുണ്ട്. ശത്രുക്കൾ ഞങ്ങളുടെ ഇറാന്റെ ഒരു ദ്വീപ് പിടിച്ചടക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രം വൺ ഓഫ് ദി റീജിയൻ കൺട്രീസ്, മേഖലയിലെ ഒരു കൺട്രിയാണ്, ഒരു രാഷ്ട്രമാണ് അതിന് സപ്പോർട്ട് നൽകുന്നത്. ആരാണെങ്കിലും വേണ്ടിയില്ല. അങ്ങനെയുള്ള ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിന്റെ ആരാണോ സപ്പോർട്ട് നൽകുന്നതെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ, ജനങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ആയിരിക്കും ഞങ്ങൾ തകർക്കുക എന്ന ഭീഷണിയാണ് ഇപ്പോൾ ഖാലിബാഫ് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക്, സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ആണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കടലിടുക്ക് കൂടെ അടക്കാൻ പോവുകയായിരിക്കും ഇതിലൂടെ ഉണ്ടാവുക. അതായത് സ്ട്രൈറ്റ് ഓഫ് മന്ദബ് എന്നറിയപ്പെടുന്ന ചെങ്കടലിൽ, അതായത് അദൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം, അവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ബാബുൽ മന്ദബ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് മന്ദബ് എന്നറിയപ്പെടുന്നത്. ഇതായിരിക്കും രണ്ടാമത് അടക്കാൻ പോവുക. കാരണം അവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളുടെ വലിയ ശക്തിയുള്ള സ്ഥലമായതുകൊണ്ട് ഇറാന് അത് സാധ്യമാകുമെന്നതിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഈ മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ നിലവിൽ ഹോർമുസ് കടലിടുക്ക്. ഇവിടെയാണ് ഇറാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സമാനമായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കടലിടുക്കാണ് ബാബുൽ മന്ദബ്, സ്ട്രൈറ്റ് ഓഫ് മന്ദബ് എന്നറിയപ്പെടുന്നത്. ഇതുകൂടെ അടക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗൾഫ് അദൻ കടലാണ്. അദൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണത്. ഇതിലൂടെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കെല്ലാം കപ്പലുകൾ സർവീസ് നടത്തുന്നത്. ഇവിടെയാണ് സൂയസ് കനാൽ ഉള്ളത്, ഈജിപ്തിന്റെ അധീനതയിലുള്ള സൂയസ് കനാൽ. ഇതുവഴിയാണ് ഓരോ ദിവസവും ധാരാളം കപ്പലുകൾ ഇത്തരത്തിലുള്ള വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ഭാഗങ്ങളും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം ഈ കുവൈത്ത്, അതുപോലെ ബഹ്റൈൻ, ഖത്തർ, UAE തുടങ്ങിയ സൗദി അറേബ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നും കപ്പൽ വഴി ഒരു കാര്യവും പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. ആ രാഷ്ട്രങ്ങളിലേക്ക് അങ്ങോട്ടും എത്തിക്കാൻ കഴിയില്ല. അതാണ് ഹോർമുസ് കടലെടുക്കേണ്ട പ്രത്യേകത. അതേസമയത്ത് റെഡ് സീയിലുള്ള ബാബുൽ മന്ദബ്, സൈറ്റ് ഓഫ് മന്ദബ് അടച്ചു കഴിഞ്ഞാൽ ഈ കപ്പൽ ഗതാഗതം കൂടുതൽ ദുരിതത്തിലാകുമെന്നതാണ് ഇവിടെയുള്ള പ്രശ്നം. കാരണം ഇവിടെ ഗുഡ് ഹോപ്പ് വഴി സർവീസ് നടത്താൻ കഴിയും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ വഴി സൂയസ് കനാൽ വഴി പെട്ടെന്ന് യൂറോപ്പിലേക്ക് എത്തേണ്ട ചരക്ക് കപ്പലുകൾ അത് ദിവസങ്ങളോളം യാത്ര ചെയ്തുകൊണ്ട് ഗുഡ് ഹോപ്പ് വഴി ആഫ്രിക്കയുടെ ഈ ഭാഗത്തു കൂടെ ആയിരിക്കും പിന്നീട് സർവീസ് നടത്തേണ്ടി വരിക. അത് ദിവസങ്ങളോളം ഈ ചരക്ക് കപ്പലുകൾക്ക് താമസമുണ്ടാകും. മാത്രമല്ല വലിയ രൂപത്തിലുള്ള ചെലവ് വർദ്ധിക്കും എന്നതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആക്രമണം ഉണ്ടായാൽ തന്നെ സ്വാഭാവികമായും യമനികളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഒരു ആക്രമണം ആരംഭിച്ചാൽ തന്നെ കപ്പലുകൾക്ക് ഇൻഷൂർ കമ്പനികൾ നിരോധനം ഏർപ്പെടുത്തിയാൽ പിന്നെ കപ്പലുകൾ സർവീസ് ചെയ്യാൻ മടിക്കും. കാരണം എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയാൽ ഇൻഷൂർ ലഭിക്കുകയില്ല എന്നതുകൊണ്ട് കപ്പൽ സർവീസുകൾ ഇല്ലാതാകും. അങ്ങനെ ഈ 2 ഭാഗവും അടച്ചു കഴിഞ്ഞാൽ വലിയ ഒരു ദുരന്തമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇറാന്റെ ഭീഷണി ഇവിടെയൊന്നും നിൽക്കുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ പറയുന്ന ഇറാൻ റെഡി ടു സൈസ് UAE ബഹ്റൈൻ കോസ്റ്റ് ലൈൻ ഇഫ് US മേക്സ് എനി മിസ്റ്റേക്ക് ഇറാൻ എക്സ്പെക്ട് ബിഗ് വാർണിംഗ്. ഇറാന്റെ പ്രധാനപ്പെട്ട വാക്താവ് സിമേരിയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ തീർച്ചയായും അങ്ങനെ ഒരു നീക്കം നടന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലൂടെ, അതായത് അറബ് രാഷ്ട്രങ്ങളിൽ GCC രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഒരു രാഷ്ട്രം മുഖേന ഇത്തരത്തിലുള്ള ഒരു നീക്കം അമേരിക്ക നടത്തി കഴിഞ്ഞാൽ അത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇറാനിലുള്ള ഏതൊരു ദ്വീപിനെയും ഇവിടെയാണ് കാർക്ക് ദ്വീപ് എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് കാർക്ക് ദ്വീപ്. അതുപോലെ തന്നെ അബൂ മൂസ, അതുപോലെ ഗ്രേറ്റർ തമ്പ്, അതുപോലെ ലേസർ തമ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ദ്വീപുകൾ ഇവിടെയുണ്ട്. പക്ഷെ ഈ ദ്വീപുകളിൽ ഏത് ദ്വീപിനെയും പിടിച്ചടക്കണമെങ്കിൽ ഈ GCC രാഷ്ട്രങ്ങളുടെ സപ്പോർട്ടോടുകൂടെ ആയിരിക്കും അത് സാധ്യമാവുക. ഒരുപക്ഷെ UAE ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഖത്തറിൽ നിന്നുള്ള സപ്പോർട്ട് വേണം, അതല്ലെങ്കിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ കുവൈത്ത് തുടങ്ങിയ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ സപ്പോർട്ടോട് കൂടെ ആയിരിക്കും ബഹ്റൈൻ, ഈ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ നിന്നുള്ള
സപ്പോർട്ടോടു കൂടെ ആയിരിക്കും ഇങ്ങനെ ഒരു നീക്കം നടത്താൻ കഴിയുക. ഇറാൻ പറയുന്നത് ഇറാൻ റെഡി ടു സീസ് യു എയുടെയും അതുപോലെ ബഹ്റൈന്റെയും കോസ്റ്റ് ലൈനുകൾ, തീരപ്രദേശങ്ങൾ ഞങ്ങൾ പിടിച്ചടക്കും, ഞങ്ങളുടെ കരസേന അവിടെ വിന്യസിക്കും. പിന്നീട് മിഡിൽ ഈസ്റ്റിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ചിത്രങ്ങളാവുകയില്ല ഉണ്ടാവുക, ആ ഭാഗങ്ങൾ ഇറാൻ കയ്യേറുമെന്നാണ് അതിശക്തമായ രൂപത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോഴും അതിശക്തമായ രൂപത്തിലുള്ള സ്വാധീനം ഈ പേർഷ്യൻ കടലിൽ ഇറാൻ ഉണ്ട്. ഇറാന്റെ കരങ്ങളിൽ തന്നെയാണ്, ഇറാന്റെ അധീനതയിൽ തന്നെയാണ് പേർഷ്യൻ കടൽ പൂർണ്ണമായും 100% ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അത്തരം ഒരു ശ്രമം നടത്തിയാൽ തന്നെ ഈ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലൊരു സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.